പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഹുൽ തന്റെ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയും എല്ലാവരുടെയും വിശ്വാസം പിടിച്ചുപറ്റുകയും ചെയ്യുന്നു. ഇതോടെ രാഹുലിനെ വിശ്വസിക്കുന്ന റാം മോഹൻ രാഹുലിനെ വിശ്വസിക്കാം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇഷയോട്. മാത്രവുമല്ല, ധൈര്യമായി അഭിഷേകിനെയും കൂട്ടിക്കൊണ്ട് ട്രിപ്പിന് പോയിക്കൊള്ളാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം അവിടെ വെച്ച് അഭിഷേകിനെ കൊല്ലാനും ഇഷയെ എന്നേക്കുമായി സ്വന്തമാക്കാനുമുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് രാഹുൽ. ഇനിയുള്ള കളികൾ എന്റേതാണ് എന്നും ഇഷ എന്റേത് മാത്രമായിരിക്കുമെന്നും വ്യക്തമാക്കുന്ന രാഹുൽ ഇതോടെ തന്റെ വിജയം ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതേസമയം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ദേവബാല അഭിഷേകിനെ തടഞ്ഞ് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നു. തനിക്കെന്തായാലും ഈ യാത്രയ്ക്ക് പോയേ മതിയാകൂ എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ദേവബാല ദയവായി തടസ്സം നിൽക്കരുത് എന്നും ഇത് തന്റെ പേഴ്സണൽ ആവശ്യമാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. തന്നെയും കൂടെ കൊണ്ടുപോകണം എന്നുള്ള വാശി ഇതേ തുടർന്ന് ദേവബാല കാണിച്ചതിനെ തുടർന്ന് നീ ഇപ്പോൾ കാണിക്കുന്നത് ശരിയല്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് എനിക്ക് എൻ്റെതായ പ്രൈവസി ഉണ്ട് എന്നും അത് എനിക്ക് ലഭിച്ചേ മതിയാകൂ എന്നും വ്യക്തമാക്കുകയും ഇനിയും പ്രശ്നങ്ങൾ വഷളാക്കിയാൽ അത് നിനക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഇത് കണ്ടതിനെ തുടർന്ന് ദേവബാലയുടെ കണ്ണുകൾ കലങ്ങുകയായി. തന്നെ കൊണ്ടുപോകാതെ അഭിഷേക് പോകുന്നത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നും അവൻ എൻ്റെ ഭർത്താവാണ്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഭാര്യയെ കൂട്ടാതെ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും കേൾക്കാതെ മുന്നോട്ട് പോവുകയാണ് അഭിഷേക് ചെയ്യുന്നത്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഇഷയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. അമ്മ കൂടെ വന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ദേവബാലയുടെ കാര്യങ്ങൾ പ്രത്യേകം അറിയാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അഭിഷേകിന്റെ ഫോണിലേക്ക് ദേവബാലയുടെ ഫോൺ കോൾ എത്തുന്നു. എന്നാൽ കോൾ അറ്റൻഡ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ പറ്റി അറിയാവുന്ന അഭിഷേക് ഫോൺ കോൾ കട്ട് ചെയ്യുകയാണ്. ഇത് കാണാൻ ഇടയാകുന്ന ഇഷ വീട്ടിലെ എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും വിളിക്കുന്നതാവും, ഫോൺ അറ്റൻഡ് ചെയ്തോളൂ അഭിഷേക്, എന്നാൽ അതത്ര ആവശ്യമുള്ള ഫോൺ കോൾ അല്ല, ആയിരുന്നെങ്കിൽ ഞാൻ എടുക്കുകയില്ലേ, പിന്നെ ഇപ്പോൾ ഈ നിമിഷം നമ്മുടേത് മാത്രമാണ്, അതിൽ മൂന്നാമതൊരാൾക്ക് സ്ഥാനമില്ല, അത് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ ഇഷ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇഷ ചിരിച്ചുകൊണ്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ അവരുടെ യാത്രക്കിടയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ്. റാം മോഹൻ ഒരു സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ വെച്ച് ഇഷ. മാത്രവുമല്ല, അത് രാഹുലിൻ്റെതാണ് എന്ന് അറിയാൻ ഇടയാവുകയും ചെയ്തത് ഒട്ടും ഇഷ്ടമാകുന്നില്ല അഭിഷേകിന്. അയാളുടെ എസ്റ്റേറ്റിലേക്കൊന്നും പോകേണ്ട എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് നമുക്ക് മറ്റെവിടെയെങ്കിലും റൂം എടുക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന ഇഷ രാഹുലിനെ വിശ്വസിക്കാമെന്നും അച്ഛൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ എന്തായാലും അത് അവോയ്ഡ് ചെയ്യാതെ മുന്നോട്ട് പോകാമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേകിന് ആദ്യം ഒട്ടും തന്നെ കംഫർട്ടബിൾ ആകുന്നില്ല. ഒടുവിൽ ഇഷയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നും ഞാനായി അതിന് തടസ്സം നിൽക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്ത് ഇഷയുടെ കൂടെ യാത്ര ആരംഭിക്കുന്ന അഭിഷേകും അതുപോലെ തന്നെ ഇഷയും രാഹുലിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതോടെ രാഹുൽ അവരുടെ മുന്നിലേക്ക് കടന്നു വന്ന് ഇവിടേക്ക് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെ യാതൊരു കുറവും കൂടാതെ ഇവിടെ ഞാൻ സൽക്കരിക്കുന്നതാണ്.
നിങ്ങളുടെ ഈ ട്രിപ്പ് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഓർമ്മയാക്കി മാറ്റുന്നതിന് ഞാൻ എല്ലാവിധ സഹായവും ചെയ്ത് സഹായിക്കും എന്ന് പറഞ്ഞ് റൂം കാണിച്ചു കൊടുക്കുകയാണ്. ഇതേസമയം രാഹുലിന്റെ വരവും നീക്കങ്ങളുമൊന്നും അഭിഷേകിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എങ്കിലും അഭിഷേക് തൽക്കാലത്തേക്ക് ഇഷയ്ക്ക് വേണ്ടി അതെല്ലാം കണ്ണടയ്ക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇതോടെ നാളത്തേക്കുള്ള പ്ലാനിങ്ങുകളെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുത്തുകൊള്ളാൻ പറയുകയും ചെയ്യുന്നു. നാളെ നിന്റെ അവസാന ദിനമാണ് എന്നുള്ളത് മനസ്സിൽ പറയുകയാണ് അഭിഷേകിനോട് രാഹുൽ. പക്ഷേ ഇതേ സമയം എനിക്കൊട്ടും കംഫർട്ടബിൾ ആകുന്നില്ല രാഹുലിന്റെ മനോഭാവം എന്നുള്ള കാര്യം ഇഷയോട് വ്യക്തമാക്കുന്ന അഭിഷേക് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ വേണ്ട അഭിഷേക്, ഇന്നെങ്കിലും ഇവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്ന ഇഷ ഇതേ തുടർന്ന് ഫ്രഷായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് രാഹുൽ എങ്ങനെയാണ് അപകടത്തിലൂടെ അഭിഷേകിനെ എന്നേക്കുമായി ഇല്ലാതാക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം തൻ്റെ കൂട്ടാളികൾക്ക് നൽകിയിരിക്കുകയാണ്. പാറയുടെ മുകളിൽ കൊണ്ടുപോയി തള്ളിയിടണമോ അതോ കാറ് ഇടിപ്പിച്ച് കൊല്ലണമോ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. ഏറ്റവും സേഫായ ഓപ്ഷൻ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് തള്ളിയിടുന്നത് തന്നെയാണ് എന്നും കാലുവഴുതി വീണ മരിച്ചതാണ് എന്ന് വരുത്തി തീർക്കാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞതിനെ തുടർന്ന് അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് രാഹുൽ. ഇതേ തുടർന്ന് പിറ്റേന്ന് ഒന്നും അറിയാത്തതുപോലെ കാര്യങ്ങൾ കൊണ്ടുപോയി ചെയ്യുന്നതിനായി രാഹുൽ ശ്രമിക്കുന്നുവെങ്കിലും രാഹുലിന്റെ പദ്ധതികൾ പാളുകയാണ്. മാത്രവുമല്ല അഭിഷേക് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ അഭിഷേകിന് മനസ്സിലാവുകയാണ് രാഹുൽ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന്. പക്ഷേ രാഹുൽ ഇഷയുടെ മുമ്പിൽ അഭിനയിക്കുകയും അപ്രതീക്ഷിതമായി ഉണ്ടായ കാര്യമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അഭിഷേക് കാര്യങ്ങൾ അവിടെ വിട്ടുകളയാൻ തയ്യാറാകുന്നില്ല. ഇതോടെ അഭിഷേകും രാഹുലും തമ്മിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. തൽക്കാലത്തേക്ക് ഇഷ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുവെങ്കിലും അഭിഷേക് ആകെ അസ്വസ്ഥനാവുകയും അവിടെ നിന്ന് പോകാമെന്ന് പറയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.